മിഥുനം എന്ന സിനിമയിൽ സുഗുണനെ നശിപ്പിക്കാൻ ഈ മഹാഭാവി കൂടോത്രം ചെയ്ത് കുഴിച്ചിട്ടുവെന്ന് ശങ്കരാടിയുടെ കഥാപാത്രം പറയുന്നത് പോലെ KPCC അധ്യക്ഷൻ സുധാകരനെ നശിപ്പിക്കാൻ ഏത് മഹാഭാവിയാണ് കൂടോത്രം ചെയ്ത് കുഴിച്ചിട്ടത്? ശത്രുവിനെ നിഗ്രഹിക്കാനുള്ള ശക്തി തേങ്ങയിൽ ആവാഹിച്ച് മറുകർമ്മികളെ കൊണ്ട് സുധാകരൻ കൂടോത്രം ചെയ്യുമോ? എന്നെ കൂടോത്രം ചെയ്ത് നശിപ്പിക്കാൻ ശ്രമിച്ച ആ ഡേഷിന്റെ മോന്റെ തലമണ്ട അല്ലെങ്കിൽ ആ മഹാന്റെ ശിരസ് പിളർന്ന് അന്തരിക്കണേ എന്ന് സുധാകരനും രാജ്മോഹൻ ഉണ്ണിത്താനും പ്രാർത്ഥിക്കുമോ? കൂടോത്രം ചെയ്തവൻ ഈ പരിപാടി കഴിയുമ്പോൾ വിവരമറിയുമോ? ആക്രമിക്കാൻ വന്നവൻ ക്ഷയരോഗം വന്ന് കുരച്ച് ചാകുമോ? കേരളം ചെന്നെത്തി നിൽക്കുന്ന അന്ധവിശ്വാസ മന്ത്രവാദ ദുർമന്ത്രവാദ ഗതികേടുകളുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ് KPCC അധ്യക്ഷൻ സുധാകരൻ്റെ വീട്ടിൽ കാണപ്പെട്ട അന്ധവിശ്വാസ മന്ത്രവാദ ദുർമന്ത്രവാദ ആചാരമായ കൂടോത്രം നടത്തിയതിൻ്റെ തകിടുകളും രൂപങ്ങളും. ജനങ്ങളുടെ അന്ധവിശ്വാസങ്ങളെയും മതപരമായ വിശ്വാസങ്ങളെയും രാഷ്ട്രീയമായി മുതലെടുത്ത് അധികാരത്തിലേറാൻ കൊതിക്കുന്നവർക്ക് താല്പര്യമുള്ള വാർത്തകളാണ് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത്. മെട്രോ സ്റ്റേഷന്റെ പൈലിങ്ങിന് തുടക്കമിടുന്നത് മതനിരപേക്ഷ കേരളത്തിൽ മതപരമായ ചടങ്ങുകളോടെയാവുന്നു. സുനിത വില്യംസിനെ പോലെയുള്ള ഇന്ത്യൻ വനിതകൾ ബഹിരാകാശങ്ങളെ കീഴടക്കി ശാസ്ത്രത്തിന്റെ വിജയം ആഘോഷിക്കുമ്പോൾ ഇവിടെ നമ്മിൽ ചിലർ കൂടോത്രവും കുതികാൽവെട്ടും നടത്തുന്നു. സ്ത്രീകൾ വിദ്യാഭ്യാസം നേടിക്കോട്ടെ, പക്ഷേ അതിനൊരു അതിർവരമ്പ് വേണമെന്ന് മതപണ്ഡിതന്മാർ തടയണ കെട്ടുന്നു. സത്സംഗം നടത്തി മുക്തിയും മോക്ഷവും തരാമെന്ന് പറഞ്ഞ് വലവീശി ഭക്തജനങ്ങളെ തിക്കിലും തിരക്കിലും പെടുത്തി മണ്ണോട് ചേർക്കുന്നു. വിവേകാനന്ദൻ പറഞ്ഞതുപോലെ ഭ്രാന്താലയമാകാതിരിക്കട്ടെ, പണ്ടേ അങ്ങനെ ആയിക്കഴിഞ്ഞുവെന്ന് പറയാൻ തോന്നിപ്പിക്കുന്ന ഈ രാജ്യവും അതിനകത്തെ ഉത്തർപ്രദേശും ഈ കേരളവുമെല്ലാം.